എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഇന്നലെ ഫിസിക്സിൽ കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് നമ്മൾ കണ്ടു. അതിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യാം, അതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾക്ക് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം എന്താണ്, സേഫ്റ്റി ഫ്യൂസിൽ അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് മൂന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു, സീരീസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് പാരലൽ കണക്ഷൻ ആൻഡ് സീരീസ് കണക്ഷൻ? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3-4 വ്യത്യാസങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടും. ഇൻ സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഇൻക്രീസസ്. അതിൻ്റെ സബല പ്രതിരോധം കൂടും. ബട്ട് ഇൻ കേസ് ഓഫ് പാരലൽ കണക്ഷൻ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസസ്. അതിൻ്റെ പ്രതിരോധം കുറയും. അതുപോലെ തന്നെ ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം in series connection, but in the case of parallel, the current through each resistor is different. വ്യത്യാസപ്പെട്ടിരിക്കും. Then number 3, the potential difference across each resistor is different in series connection, but in the case of parallel, the potential difference across this resistor will be the same. ഇപ്പോൾ പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി റെസിസ്റ്റർ വിൽ ബി സെയിം, ഒരേപോലെ ഇരിക്കും എന്നർത്ഥം. ആൻഡ് നമ്പർ 4, ഈച്ച് റെസിസ്റ്റർ കനോട്ട് ബി കൺട്രോൾഡ് ബൈ എ സെപ്പറേറ്റ് സ്വിച്ച്. ഓരോ റെസിസ്റ്ററും കനോട്ട് ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ച്. ഓരോന്നും സീരീസ് കണക്ഷനിൽ സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. But in the case of parallel connection, each gadget or each resistor will be controlled by a separate switch. Separate switch വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹൗസ് കണക്ഷനിൽ, വീടിൻ്റെ കണക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പാരലൽ കണക്ഷനിൽ ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ റെസിസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മളൊരു കണ്ടക്ടറിലൂടെ റെസിസ്റ്റൻസ് നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യും, അതിൻ്റേതായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഫ്ലോ ഓഫ് കറണ്ട് കൂടുമ്പോൾ ഫ്ലോ ഓഫ് കറണ്ട് കുറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു പൈപ്പിലൂടെ വാട്ടർ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ഇൻ്റർഫിയറൻസിനെ പോലെയാണ് അത് പറയാൻ സാധിക്കുക. The length increases, the interference is increases എന്നാണ്. പൈപ്പിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും തോറും അതിലൂടെയുള്ള ഇൻ്റർഫിയറൻസ് ഇൻക്രീസ് ചെയ്യും. ബട്ട് ദ ഇന്നർ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ് ഇൻക്രീസസ്. അതിൻ്റെ ഉള്ളിലുള്ള ഡയമീറ്റർ കൂടുമ്പോൾ ദ ഇൻ്റർഫിയറൻസ് ഈസ് ഡിക്രീസസ്. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസസ്, ദ റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസസ്. എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ ഇൻ്റർഫിയറൻസ് കുറയും. ഇൻ്റർഫിയറൻസ് കുറയുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ്, റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഈ എർത്ത് വയറൊക്കെ വളരെ വലിയ ചെമ്പിൻ്റെ ഇത്തിരി വണ്ണം കൂടിയ കമ്പി ഇടാൻ കാരണം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ ഇൻ്റർഫിയറൻസ് കൂടും. ലെങ്ത് പൈപ്പിൻ്റെ ഇന്നർ ഡയമീറ്റർ നമ്മൾ കൂട്ടുമ്പോൾ ഇൻ്റർഫിയറൻസ് കുറയും. ഇൻ്റർഫിയറൻസ് കുറയുമ്പോൾ ദാറ്റ് ഈസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസ്ഡ്. ഇതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നർത്ഥം. ദെൻ നമ്മൾ വീണ്ടും അടുത്തതിലേക്ക് വരികയാണ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിൻ്റെ ഉപയോഗങ്ങൾ എവിടെയാണ് അത് കൂടുതൽ ഉപയോഗിക്കുക? ഹീറ്റിംഗ് അപ്ലയൻസസ്. നമുക്കറിയാം ഇലക്ട്രിക് ഹീറ്ററുണ്ട്, വാട്ടർ ഹീറ്ററുണ്ട്, സോൾഡറിങ് അയൺ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഏത് വൈദ്യുതിയുടെ ഏത് ഉപയോഗമാണ് സാധ്യതപ്പെടുക എന്ന് ചോദിച്ചാൽ അവിടെ
ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, പ്രധാനമായിട്ടും ഈ ഇൻസ്ട്രുമെൻറ്റിലെല്ലാം, ഈ ഗാഡ്ജറ്റ്സിലെല്ലാം ഏത് ഭാഗമാണ് ഹീറ്റിനെ നമുക്ക് അനുയോജ്യമാക്കി തരിക? ഒരു സംശയമില്ല, അവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും റെസിസ്റ്റൻസ് കൂടുതലുള്ള പദാർത്ഥമായിരിക്കും, കോയിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏറ്റവും നല്ല റെസിസ്റ്റൻസ് കോയിൽ എന്ന് പറയുന്നത് നിക്രോമാണ്. ഇപ്പം നിക്രോം കോയിലാണ് വാട്ടർ ഹീറ്റർ ആയാലും ഇലക്ട്രിക് ഹീറ്റർ ആയാലും നമ്മൾ ചൂട് കൂടുതലായിട്ട് തരുന്നത് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന നിക്രോം കൊണ്ടാണ്. ഇപ്പം നിക്രോം ഈസ് ആൻ അലോയ്. അത് മറ്റ് ലോഹങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നിക്രോം ഈസ് ആൻ അലോയ് വിത്ത് അയൺ, നിക്കൽ ആൻഡ് ക്രോമിയം. അയൺ, നിക്കൽ ആൻഡ് ക്രോമിയം, ഈ 3 ലോഹങ്ങളുടെ സംഗ്രഹമാണ് അല്ലെങ്കിൽ അലോയ്സ് ആണ് നിക്രോം. ഇതാണ് ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല റെസിസ്റ്റൻസ് പവറുള്ള ഒരു വയറായിട്ട് ഉപയോഗിക്കുക. ഇനി നമ്മൾ അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിക്രോം വയർ ഇത് കൂടുതലായിട്ട് ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഉപയോഗിക്കാൻ കാരണം? വളരെ സിമ്പിളാണ്. 3-4 കാരണങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കും. ഒന്ന്, നമ്പർ 1, ഹൈ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, പെട്ടെന്നൊന്നും അത് മെൽറ്റ് ചെയ്യില്ല, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ആൻഡ് ദി എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട്. കുറേയേറെ നേരം റെഡ് ഹോട്ടായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കുക, ചുവന്ന് തുടുത്ത് നിൽക്കാൻ സാധിക്കുക. ആൻഡ് തെർമൽ എക്സ്പാൻഷൻ ഈസ് വെരി നെഗ്ലിജിബിൾ. താപീയ വികാസം വളരെ കുറവാണ്. അപ്പോൾ തെർമൽ എക്സ്പാൻഷൻ കുറവാണ്, കുറേയേറെ നേരം നമുക്ക് റെഡ് ഹോട്ട് ലെവലിൽ നിൽക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ആണുള്ളത്. മാത്രമല്ല ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. ഈ കാരണം കൊണ്ടാണ് നിക്രോം നമ്മൾ കൂടുതലായിട്ട് ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് സേഫ്റ്റി ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ് എന്ന് പറയും, അല്ലെങ്കിൽ നിരാപായ ഫ്യൂസ് എന്ന് പറയും മലയാളത്തിൽ. എന്താണ് ഈ സേഫ്റ്റി ഫ്യൂസ്? നമുക്കറിയാം, വീടുകളിലായാലും ഓഫീസുകളിലായാലും മറ്റ് സ്ഥലങ്ങളിലായാലും ഇലക്ട്രിക് കണക്ഷൻസ് ചെയ്യുമ്പോൾ ഓരോ രാജ്യത്തിലും ഒരു കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. ഇൻ ഇന്ത്യ നമുക്കറിയാം, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി കൊണ്ടുപോകുന്നത് 11,000 വോൾട്ട് അഥവാ 11 കിലോ വോൾട്ടിലാണ് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നീട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും വെച്ച് നമ്മൾ അതിന് വ്യതിയാനം വരുത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതുമാത്രമല്ല, വീടുകളിൽ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, അതിൻ്റെ വസ്തുക്കൾക്ക് 230 വോൾട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ 230 വോൾട്ടിലാണ് നമ്മുടെ അപ്ലയൻസസ് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ 230 വോൾട്ടേജിൽ കൂടുതൽ നമുക്കൊരു ഗാഡ്ജറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് പ്രശ്നത്തിലേക്ക് വരും, അത് കത്തിപ്പിടിക്കാനും മറ്റ് പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഹെവി വോൾട്ടേജ് നമ്മുടെ വീടുകളിലേക്ക് വരികയോ ഓഫീസ് ലെവലിലേക്കോ വരികയോ ചെയ്താൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അതുകൊണ്ട് ഈ സർക്യൂട്ടുകളിൽ വലിയ തോതിലുള്ള ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ വഴി കൂടുതൽ എനർജി ഇലക്ട്രിക് ഫ്ലോ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് തടുത്ത് നിർത്തുക എന്നുള്ള ദൗത്യമാണ് സേഫ്റ്റി ഫ്യൂസിനുള്ളത്. അപ്പോൾ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ, സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഹീറ്റിംഗ് ഇഫക്റ്റോടുകൂടി വർക്ക് ചെയ്യുന്നത് ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. The main part of the safety fuse is fuse wire. ഫ്യൂസ് വയറാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അത് ടിന്നും ലെഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു വയറാണ് ടിൻ ആൻഡ് ലെഡ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടിൻ ആൻഡ് ലെഡ്. അതാണ് ഏറ്റവും നല്ല ഫ്യൂസ് വയർ. ആ ഫ്യൂസ് വയറിന് പ്രത്യേകതയുണ്ട്, ലോ മെൽറ്റിംഗ് പോയിന്റ്, വളരെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫ്യൂസ് നമ്മൾ സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്താൽ ഫ്യൂസ് എപ്പോഴും ഫേസ് ലൈനിലാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫേസ് ലൈനിലാണ് ഫ്യൂസ് വയ്ക്കുക. അവിടെ വെക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ
ഓവർലോഡോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ വരികയാണെങ്കിൽ അത് നമുക്ക് അപകടകരമാകാതെ വിധത്തിൽ ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഫ്യൂസ് വയർ, ടിന്നും ലെഡും ഉപയോഗിച്ചിട്ടുള്ള ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് മെൽറ്റ് ചെയ്ത്, ദ്രവണാങ്കം കുറഞ്ഞതുകൊണ്ട് മെൽറ്റ് ചെയ്ത് അത് എന്ത് ചെയ്യും, അത് സർക്യൂട്ടിനെ ബ്രേക്ക് ആക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനെ സേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ സാധാരണഗതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന പവർ കൂടുതലായിട്ട് കയറി വരിക. ഒന്ന് ഓവർലോഡിംഗ് ആണ്. എന്താണ് ഓവർലോഡിംഗ്? ഇഫ് ദ പവർ ഓഫ് all appliances in a circuit is more than the circuit can withstand. ഒരു സർക്യൂട്ടിന് വിസ്റ്റാൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പവർ പല അപ്ലയൻസസിൻ്റെയും ഒരുമിച്ച് വരികയാണെങ്കിൽ അതാണ് ഓവർലോഡിംഗ് എന്ന് പറയാം. ആ ഓവർലോഡിംഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാതെ വരികയും ആ സർക്യൂട്ട് ചിലപ്പോൾ അപകടകരമായ രീതിയിൽ കത്തിപ്പിടിക്കുകയും മേ ബി എ ഫയർ ഒക്കേഴ്സ്, അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്, ലഘുപതനം എന്ന് പറയും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തൗട്ട് ലോഡ്, പ്രത്യേകിച്ച് മറ്റുള്ള ഗാഡ്ജറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ന്യൂട്രലും ഫേസും കൂടി കയറി വരിക, ന്യൂട്രലും ഫേസും കൂടി ഒരുമിച്ച് ചേർന്ന് വരിക. അപ്പം ന്യൂട്രലും ഫേസും ഒരുമിച്ച് ചേർന്ന് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എക്സസ് വോൾട്ടേജ് അതിലൂടെ കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലുള്ള സന്ദർഭത്തിൽ നമ്മൾ ഈ ഫ്യൂസ് വയർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂസ് വയർ അത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് അത് മെൽറ്റ് ചെയ്യുകയും സർക്യൂട്ട് ബ്രേക്കാക്കി നമ്മുടെ സിസ്റ്റത്തെയും നമ്മുടെ വീടിനെയും ഒക്കെ സംരക്ഷിക്കുകയും ചെയ്യും. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്, ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ്. ആ സേഫ്റ്റി ഫ്യൂസ് നമുക്ക് ഒരു സുരക്ഷാ ഫ്യൂസും കൂടിയാണെന്ന് അർത്ഥം. ഇനി നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യം, ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട്. സർക്യൂട്ടിൽ ഇത് എവിടെയാണ് കണക്ട് ചെയ്യുക? ഒരു സംശയമില്ല, ഫ്യൂസ് വയർ ഇസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ സീരീസ് ഇൻ ദ ഫേസ് ലൈൻ. ഫേസ് ലൈനിൽ സീരീസ് ആയിട്ടാണ് വരിക. ഫേസ് ലൈനിലാണ് ഫ്യൂസ് ഘടിപ്പിക്കുക. മാത്രമല്ല, ഡു നോട്ട് യൂസ് കോപ്പർ വയർ ഓർ എനി അതർ കണ്ടക്ടർ, ഓൺലി യൂസിങ് ഫ്യൂസ് വയർ, ദാറ്റ് ഈസ് ടിൻ ആൻഡ് ലെഡ് കോമ്പിനേഷൻ ഈസ് യൂസ്ഡ്. ഡിഫറെൻറ്റ് സർക്യൂട്ട് ഷുഡ് ക്യാരി സെപ്പറേറ്റ് ഫ്യൂസ് വയേഴ്സ്. ഓരോ സർക്യൂട്ടിനും ഡിഫറെൻറ്റ് ഫ്യൂസ് വയർ ആണ് ആവശ്യം. കാരണം ഓരോ സർക്യൂട്ടിലൂടെയും പോകുന്ന ആ വോൾട്ടേജ് അത് ചിലപ്പോൾ വ്യത്യാസമുണ്ടായിരിക്കും. അതുകൊണ്ട് ഫ്യൂസ് ഉപയോഗിക്കുമ്പോൾ എത്ര ആംബിയറേജ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വാട്ടേജ് ബൈ വോൾട്ടേജ് നോക്കിയിട്ട് വേണം. വാട്ടേജ് ബൈ വോൾട്ടേജ്, അതാണ് ഫ്യൂസ് വയറിൻ്റെ നിദാനം. അപ്പോൾ ഫ്യൂസ് വയർ അതിൻ്റെ ആംബിയറേജ് നിശ്ചയിക്കുന്നത്, എത്ര ആംബിയറേജ് ഉള്ള ഫ്യൂസ് വേണമെന്ന് നിശ്ചയിക്കുന്നത് വാട്ടേജ് ബൈ വോൾട്ടേജിൻ്റെ കോമ്പിനേഷൻ നോക്കിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത്, ഈ ഫ്യൂസ് വയറിൻ്റെ എൻഡ് വളരെ ടൈറ്റായിട്ടായിരിക്കണം, ലൂസാക്കി നമ്മൾ വെക്കരുത്. കാരിയർ ഷുഡ് ബി ഫിക്സഡ് ഫേംലി ഇൻ ദ സോക്കറ്റ്. അത് മാത്രമല്ല, ഫ്യൂസ് വയർ അതിൻ്റെ കാരിയർ സോക്കറ്റിൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫ്യൂസ് വയർ വെക്കുമ്പോൾ. ഫ്യൂസ് മസ്റ്റ് ബി provided in the system, because if the fuse is not installed in the system, it will be very dangerous to the gadgets and even to the life of the men എന്നർത്ഥം. അതായത് സേഫ്റ്റി ഫ്യൂസ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കണം എന്നർത്ഥം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ഫ്യൂസ് വയർ എങ്ങനെയാണ് നമുക്ക് സേഫ്റ്റി തരിക നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ ഒന്നും കൂടി നമ്മൾ പറയുന്നു, സർക്യൂട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ വഴി എക്സസ് വോൾട്ടേജ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സർക്യൂട്ടിനെ ബാധിക്കാത്ത തരത്തിൽ ഫ്യൂസ് വയർ, ലോ മെൽറ്റിങ്ങിലുള്ള ഫ്യൂസ് വയർ അത് മെൽറ്റ് ചെയ്ത് സർക്യൂട്ടിനെ ബ്രേക്കാക്കി മാറ്റുകയും ചെയ്യും. സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്
പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മളെ സിസ്റ്റത്തിനെ മാറ്റും. ഇനി വീണ്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, വൈ ഈസ് ദ ഫ്യൂസ് ഈസ് യൂസ്ഡ് ഇൻ സർക്യൂട്ട് ഈസ് കോൾഡ് സേഫ്റ്റി ഫ്യൂസ്. വീണ്ടും തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്? വളരെ ക്ലിയർ ആണ്. നമ്മുടെ സിസ്റ്റത്തിനെ, നമ്മുടെ ഗാഡ്ജറ്റ്സിനെ, നമ്മുടെ ഹൗസിനെ, ഈവൻ നമ്മുടെ ലൈഫിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഈ ഫ്യൂസ് വയർ. ഈ ഫ്യൂസ് വയർ ഏതെങ്കിലും തരത്തിലുള്ള എക്സസ് വോൾട്ടേജ് വരുമ്പോൾ ലോ മെൽറ്റിങ്ങിൽ അത് ബ്രേക്ക് ചെയ്യും, ഉരുകുകയും അതുവഴി സർക്യൂട്ട് ബ്രേക്കാക്കി വലിയൊരു നഷ്ടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ദിസ് ഫ്യൂസ് സിസ്റ്റം ഈസ് കോൾഡ് സേഫ്റ്റി ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യം ഇലക്ട്രിക് പവറാണ്. ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് പവർ. വാട്ട് യു മീൻ ബൈ പവർ എന്ന് പറഞ്ഞു. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ W/T എന്നാണ് പറയുക. അപ്പോൾ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് പവർ. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു അപ്ലയൻസസ് കൺസ്യൂം ചെയ്യുന്ന എനർജി, എത്രയാണ് എനർജി കൺസ്യൂം ചെയ്യുന്നത്, അതാണ് പവർ. സോ പവർ ഈസ് ഈക്വൽ ടു W/T. യൂണിറ്റ് ഓഫ് പവർ ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് ആൾസോ കോൾഡ് വാട്ട്. ജൂൾ പെർ സെക്കൻഡ് ഈസ് കോൾഡ് വാട്ട്. ഇനി നമ്മൾ അതിനെ യൂണിറ്റുകൾ പല യൂണിറ്റ് ഉണ്ട്. ഹോഴ്സ് പവർ ഈസ് അനദർ യൂണിറ്റ് ഓഫ് പവർ. 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട്. 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയും. അതും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്ക് പവറിനെ കുറിച്ച് പറയുമ്പോൾ ഓംസ് ലോനെ ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ്. I ഈസ് ഈക്വൽ ടു V/R എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ H ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു I² RT. ഓൾറെഡി ജൂൾസ് ലോ നമുക്കറിയാം. H ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു I² RT. സോ പവർ ഈസ് ഈക്വൽ ടു W/T is equal to H/T is equal to H/T. That is I² RT/T. I² RT/T. That is I² R. Power is equal to I² R. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഈസ് കോൾഡ് പവർ. അഗെയിൻ നമ്മൾ I ഈസ് ഈക്വൽ ടു V/R നമുക്കറിയാം ഓംസ് ലോ. സോ P ഈസ് ഈക്വൽ ടു V²/R² into T/T is equal to V²/R. So P is equal to I²R and is equal to V²/R is equal to IV, I into V. So നമുക്ക് പവറിനെ നമുക്ക് ഏത് തരത്തിലും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നർത്ഥം. സോ P is equal to I²R, P is equal to V²/R and P is equal to VI. ഇത്തരത്തിൽ 3 തരത്തിൽ നമുക്ക് പവറിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നർത്ഥം. സോ എത്ര എനർജി ഒരു യൂണിറ്റ് ടൈമിൽ എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്ന് പറയുന്നതാണ് പവർ. ഇനി നമുക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില ഫിലമെൻറ്റുകൾ, ബൾബിൻ്റെയൊക്കെ ഫിലമെൻറ്റുകൾ ചിലപ്പോൾ ഫ്യൂസ് ആവാറുണ്ട്, കട്ടാവാറുണ്ട്. ആ ഫിലമെൻ്റ് നമ്മൾ ചേർത്ത് വെച്ചിട്ട് വീണ്ടും ബൾബ് കത്തിക്കുമ്പോൾ ആ ബൾബ് നല്ല വോൾട്ടേജോടുകൂടി കത്തും. അതെന്തുകൊണ്ടാണ് നല്ല വോൾട്ടേജോടുകൂടി കത്തുന്നത്? നമുക്ക് ക്ലിയർ ആണ്. ഫ്യൂസായ ബൾബ് നമ്മൾ അത് ജോയിൻ ചെയ്ത് വീണ്ടും കത്തിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് വിൽ ബി റെഡ്യൂസ്ഡ്. ഇപ്പം ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ലെങ്ത് കുറയുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് കൂടും. അപ്പോൾ നമുക്ക് വോൾട്ടേജ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് നമുക്കവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഈ സേഫ്റ്റി ഫ്യൂസ് എന്നുള്ള ഒരു സംഗതിയും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഇതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക, വൈദ്യുതിയുടെ താപബലം എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉപയോഗിച്ച്, കറണ്ട് ഉപയോഗിച്ച് അതിൽ നിന്ന് താപത്തിനെ ഉണ്ടാക്കി ആ താപം കൊണ്ട് പല പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യന് വളരെ വലിയ മാറ്റങ്ങൾ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഇനി നമുക്ക് പറയാനുള്ളത്
വൈദ്യുതിയുടെ പ്രകാശഫലം അഥവാ ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.